യാത്തതിറൂന ഇലയിക്കും നിങ്ങളിലേക്ക് അവർ ഒഴുകഴിവ് പറയും. ഫിത്തഖല്ലഫ് യുദ്ധത്തിന് പോകാതിരിക്കുന്നതിൽ. ഇതാ റജഅത്തും ഇലൈഹിം നിങ്ങൾ അവരുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുമ്പോൾ. മിനൽ ഗസ്വി യുദ്ധം കഴിഞ്ഞിട്ട് യുദ്ധത്തിൽ നിന്ന് മടങ്ങിച്ചെല്ലുമ്പോൾ. കുല്ലഹും നബിയെ അങ്ങ് അവരോട് പറയണം, ലാ തഅ്തദിറു നിങ്ങൾ ഒഴുകഴിവ് ഒന്നും ബോധിപ്പിക്കാൻ നിൽക്കേണ്ട. ലൻ നുഅ്മിന ലക്കും ഞങ്ങളെ വിശ്വസിക്കുകയില്ല. നുസദ്ദിഖക്കും നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല, വിശ്വസിക്കുകയില്ല. ഖദ് നബ്ബഅനല്ലാഹു അള്ളാഹു ഞങ്ങൾക്ക് അറിവ് നൽകിയിട്ടുണ്ട്. മിൻ അഖ്ബാരിക്കും നിങ്ങളുടെ വർത്തമാനങ്ങളെപ്പറ്റി. ഏതായത് അഖബർനാ ബി അഹ്വാലിക്കും നിങ്ങളുടെ അവസ്ഥകളെപ്പറ്റി അള്ളാഹു ഞങ്ങൾക്ക് വിവരം നൽകിയിട്ടുണ്ട്. വസയർ അള്ളാഹു അമലക്കും റസൂലുഹു അള്ളാഹുവിൻ്റെ റസൂലും നിങ്ങളുടെ കർമ്മങ്ങളെ കാണുന്നു. പിന്നെ സുമ്മത്തുറദ്ദൂന ബിൽ ബാസി പിന്നെ പുനർജീവിപ്പിക്കൽ കൊണ്ട് നിങ്ങളെ മടക്കപ്പെടും. ഇല ആലിമിൽ ഗൈബി വശഹാദ മറഞ്ഞതും ദൃശ്യവും അദൃശ്യവും ദൃശ്യവുമായ ജ്ഞാനങ്ങളുള്ളവനായ ആളിലേക്ക് നിങ്ങളെ മടക്കപ്പെടും. ഇല്ല അഥവാ അള്ളാഹുവിലേക്ക്. ഫയുനബ്ബിയുക്കും എന്നിട്ട് അള്ളാഹു നിങ്ങൾക്ക് അറിയിച്ചു തരും. ബിമാക്കുന്തും തഅമലൂൻ നിങ്ങൾ എന്തൊക്കെയായിരുന്നു ചെയ്തു കൂട്ടിയിരുന്നതെന്ന്. ഫയുജാസിക്കും അലൈഹി എന്നിട്ട് അതിൻ്റെ മേൽ നിങ്ങൾക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. സയഹലിഫൂന ബില്ലാഹി പിന്നീട് അവർ നിങ്ങളോട് സത്യം ചെയ്യുന്നതാണ് ലക്കും നിങ്ങളോട്. ഇതങ്കലബത്തും റജഅത്തും നിങ്ങളെങ്ങാനും മടങ്ങി ചെല്ലുമ്പോൾ ഇലൈഹിം അവരിലേക്ക് മിൻ തബൂക്കിൽ നിന്നും അന്നഹും മഅദൂറൂന ഫി തഖല്ലുഫിൽ യുദ്ധത്തിന് വരാതിരിക്കാൻ അവർക്ക് മതിയായ കാരണങ്ങളുണ്ട് എന്ന് അവർ നിങ്ങളോട് അള്ളാഹുവിനെ വെച്ചിട്ട് സത്യം ചെയ്തു പറയും. ലിതുഇദു അൻഹും നിങ്ങൾ അവരിൽ നിന്നും പിന്തിരിയാൻ വേണ്ടി ബി തർക്കിൽ മുആത്തബത്തി ആക്ഷേപത്തെ ഒഴിവാക്കിക്കൊണ്ട് ആക്ഷേപിക്കാതിരിക്കാൻ വേണ്ടി അവരിങ്ങനെ ഓരോ ഒഴികഴിവും പറയും. ഫഅരിളു അൻഹും എന്തായാലും എന്ത് ചെയ്യുക, നിങ്ങൾ അവരെ തൊട്ട് ഒഴിഞ്ഞോ, നിങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. ഇന്നഹും റിജ്സുൻ അവരൊക്കെ വെറും മാലിന്യമാണ്. ഖദറുൻ മ്ലേച്ഛമായതാണ്. ലി ഹബസി ബാത്തിനിഹിം അവരുടെ ഉള്ള് ഹബീസായത് കാരണത്താൽ ഉള്ളിൻ്റെ ഹബസ് കാരണത്താൽ മ്ലേച്ഛത കാരണത്താൽ ഉള്ളിലുള്ള. വമഅവാഹും ജഹന്നം അവരുടെ അഭയസങ്കേതം ജഹന്നമാണ്. ജസാഅം ബിമാ കാനു യക്സിബൂൻ അവർ എന്താണ് ചെയ്തു വെച്ച ഒന്നിൻ്റെ ജസാ പ്രതിഫലം എന്നോണം. യഹ്ലിഫൂനലക്കും അവർ നിങ്ങളോട് സത്യം ചെയ്ത് പറയും. ലി തർലവു അൻഹും നിങ്ങൾ അവരെ തൃപ്തിപ്പെടാൻ വേണ്ടി. ഫൈൻ തർലവു അൻഹും നിങ്ങളെങ്ങാനും അവരെ തൃപ്തിപ്പെട്ടാൽ അള്ളാഹു തആല ലാ യർളാനിൽ ഖൗമിൽ ഫാസിഖീൻ ഫാസിഖുകളായ സമൂഹത്തെ അള്ളാഹു തൃപ്തിപ്പെടുന്നില്ല. അതായത് അൻഹും അവരെ അള്ളാഹു തൃപ്തിപ്പെടുന്നില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ തൃപ്തിപ്പെടുന്നത്? അതുകൊണ്ട് തന്നെ വലാ യൻഫഉ റിളാക്കും നിങ്ങളുടെ തൃപ്തി ഉപകാരപ്പെടുകയില്ല. മഅസുഖ്തില്ലാഹി അള്ളാഹുവിൻ്റെ കോപത്തോടൊപ്പം നിങ്ങളുടെ തൃപ്തി അവർക്ക് ഒരു ഉപകാരം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അൽ ആറാബു ഗ്രാമീണ അറബികൾ അഹ്ലുൽ ബദവിൻ്റെ മലഞ്ചെരിവ് മലമ്പ്രദേശത്തിൻ്റെ ആളുകൾ അവിടെ താമസിക്കുന്നവർ അശദ്ദു കുഫറിനാൽ കൂടുതൽ ശക്തരാണ്. വനിഫാഖ കപട വിശ്വാസത്താൽ എന്തിനേക്കാൾ മിൻ അഹ്ലിൽ എന്താണ് മദീനകളിലെ പട്ടണങ്ങളിൽ കഴിയുന്നവരെക്കാൾ ഗ്രാമങ്ങളിൽ കഴിയുന്ന ആളുകൾ കൂടുതൽ നിഫാക്കിൻ്റെയും കൂടുതൽ കുഫറിൻ്റെ ആളുകളാണ്. എന്തേ കാരണം? ലി ജഫാഇഹിം അവരുടെ ഹൃദയശൂന്യത കാരണത്താൽ. വ ഗലളി ത്വബാഇഹിം അവരുടെ പ്രകൃതികൾ ഗലീദ് കടുപ്പം പരുഷം ആയത് കാരണത്താലും. വ ബുഅദിഹിം അൻ സമാഇൽ ഖുർആനിനെ കേൾക്കലിനെ തൊട്ട് അവർ വിദൂരത്താണല്ലോ, മലഞ്ചെരുവുകളിലാണല്ലോ, അക്കാരണത്താലും. വ അജ്ദറു അവർ കൂടുതൽ അർഹരുമാണ്. ഔലാ അൻ ബി അൻ ലാ യഅലമു അറിയാതിരിക്കാൻ കൂടുതൽ അവകാശപ്പെട്ടവരാണ്. അതായത് അറിയാതിരിക്കാൻ കൂടുതൽ സാധ്യതയുള്ളവരുമാണ്. എന്തിനെ? ഹുദൂദ മാ അൻസലല്ലാഹു അലാ റസൂലി അള്ളാഹു തആല തൻ്റെ തിരുദൂതരുടെ മേൽ ഇറക്കിക്കൊടുത്ത ഒന്നിൻ്റെ ഹദ്ദുകൾ പരിധികളെപ്പറ്റി അവബോധമില്ലാതിരിക്കാൻ കൂടുതൽ സാധ്യതയുള്ളവരുമാണ് അവർ. മിനൽ അഹ്കാമി ഹുക്കുമുകളാൽ വശറായി മുസ്ലിങ്ങളാണെങ്കിൽ തന്നെ ഷറഈയായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഹുക്കുമുകൾ. ഷറഈ എന്ന് വെച്ചാൽ ഷറഈ കാര്യങ്ങൾ, പിന്നെ മതവിധികൾ മതവിലക്കുകൾ അതിനെപ്പറ്റിയൊന്നും കൃത്യമായിട്ട് അവർക്ക് അവബോധം ഉണ്ടാകണമെന്നില്ല. എന്തായാലും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ ഒരു പക്ഷേ യുദ്ധത്തിന് വരാതിരിക്കുന്നത്. പക്ഷേ അവർ തന്നെ വല്ലാത്ത കാഫര്യങ്ങൾ വല്ലാത്ത മുനാഫിക്കങ്ങളുണ്ടാവും. വേറെയുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഈ അറാബ് തന്നെ രണ്ട് വിഭാഗമാണെന്ന്. ബി ഖൽഖിഹി ബി ഹുലുഖിഹി അവൻ്റെ സ്വഭാവം, അല്ലെങ്കിൽ ബി ഖൽഖി അവൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി കൂടുതൽ അറിയുന്നവനാണ് അള്ളാഹു. അപ്പോൾ ഖൽഖ് എന്ന് തന്നെ വായിക്കുന്നത്. ഹക്കീമും ഫി സുനിഹി ബിഹിം അള്ളാഹു അവരുടെ എങ്ങനെ സമീപിക്കണം എന്ന വിഷയത്തിൽ യുക്തിഭദ്രനുമാണ് അള്ളാഹു. ഒമിനൽ ആറാബ് ഗ്രാമീണ അറബികളുടെ കൂട്ടത്തിലുണ്ട് ഒരുത്തർ യത്തഖിദു മാ യുൻഫിഖു ഫീ സബീൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ഒന്നിനെ അവരാക്കുന്നു മഹ്റമൻ ഒരു ബാധ്യതയായിട്ട്. ഒറാമത്തൻ ഒരു ബാധ്യത എന്നാണ്, എന്തോ കടുപ്പപ്പെട്ട ബാധ്യതയായിട്ടും. ഹുസ്റാനൻ ഒരു നഷ്ടമായിട്ടൊക്കെ അവരതിനെ കാണുന്നത്.
അലി അന്നഹു ലാ യർജു സവാബോ, കാരണം അവരതിൻ്റെ പ്രതിഫലത്തെ പ്രതീക്ഷിക്കുന്നില്ല. ആഖിറത്തെ വിശ്വസിച്ചല്ല പ്രതിഫലത്തെ പ്രതീക്ഷിക്കുക. ബൽമറിച്ച് യുംഫിഖു ഹൗഫൻ, അവർ പേടിച്ച നിമിത്തമാണ് അതിനെ ചിലവഴിക്കുന്നത്. വഹും, അവരേത് വിട്ടുമാണ് ബനു അസദ് ഗത്ഫാൻ, അസദ് ഗോത്ര ബനു അസദും ബനു ഗത്ഫാൻകാരുമാണ്. അവരിങ്ങനെ പേടിച്ചിട്ട് ചിലവഴിക്കുന്നതാണ്. വയത്തറബസി എന്തളിർബിക്കും, അവർ നിങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദവാബിറ, കാലവിപത്തുകൾ കാലക്കെടുതികൾ വല്ലതും ഉണ്ടാവട്ടെ നിങ്ങൾക്ക് എന്ന് അവരിങ്ങനെ കാത്തിക്കുക. എപ്പോഴും അവർക്കൊരു നാശം വരിക എന്ന് അവർ കാത്തിക്കുകയാണ്. ബനു അസദുകാരും ബനു ഗത്ഫാൻകാരും. ദവാഇർ സമാന, കാലത്തിൻ്റെ കെടുതികൾ. തൻകലിബ അലൈക്കും, അല്ലേ, അതെപ്പോഴാണ് നിങ്ങളുടെ മേൽ തിരിയുക എന്ന്. അങ്ങനെ ഫയതഖല്ലസു, അങ്ങനെ തിരിയുമ്പോൾ അവർക്ക് എന്താവാമല്ലോ, രക്ഷപ്പെടാമല്ലോ എന്നാണ് അവരിങ്ങനെ പ്രതീക്ഷിക്കുന്നത്. അപ്പം യതറബ്ബസു ബിക്കും അദ്ദവായർ, ആ അദ്ദവായറിന്മേൽ അത്ഫ് ചെയ്താണ് ഫയതഖല്ലസു. അങ്ങനെ അവർ രക്ഷപ്പെടലിനെയും അവർ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അലൈഹിം, അവരുടെ മേലാണ് ദാഇറത്തു സൂ, ഏറ്റവും മോശം ദാഇറത്ത്, ശിക്ഷയുള്ളത് എന്ന്. ദാറാന്ന് വെച്ചാൽ കറങ്ങാന്നാണ്, കറങ്ങി ഭവിക്കുന്ന സാധനം എന്നാണ്. അപ്പം ഏറ്റവും മോശമായി ഭവിക്കുന്ന സംഗതി അവരുടെ മേലാണുള്ളത്, ഈ ആളുകളുടെ മേലാണുള്ളത്. സൂ എന്നുണ്ട്, സൗ എന്നും ഖിറാത്തുണ്ട്. അതായത് യദൂറുൽ അദാബു, ശിക്ഷ കറങ്ങും, വൽഹലാക്കു, നാശവും, അലീം അവരുടെ മേൽ, ലാ അലൈക്കും നിങ്ങളുടെ മേലല്ല അവരുടെ മേലാണ് ഉണ്ടാവുക. അള്ളാഹു സമീഉൽ അഖ്വാലി ഇബാദി, തൻ്റെ അടിമകളുടെ സംസാരങ്ങളെ കേൾക്കുന്നവനാണ് അള്ളാഹു. അലീം ബി അഫ്ആലിഹിം, അവരുടെ പ്രവർത്തനങ്ങളെ അറിയുന്നവനാണ് അള്ളാഹു. ഒമിനുൽ ആറാബി, ഗ്രാമീണ അറബികളുടെ കൂട്ടത്തിലുണ്ട് മയ്യുമിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ, അള്ളാഹുവിനെയും അന്ത്യദിനത്തെയും വിശ്വസിക്കുന്നവർ. ആരെപ്പോലെ? ജുഹൈന മുസൈന ഗോത്രങ്ങളെ പോലെ, അവരൊക്കെ നല്ല ആറാബികളാണ്. വയത്തഹിദു, അവർ ആക്കുകയും ചെയ്യുന്നു, മായുംഫിക്കു ചെലവഴിക്കുന്ന ഒന്നിന്, ഫിസബിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന് അവർ കുർബാത്തിൻ, ഒരു കുർബത്തായിട്ട്, നേർച്ചയായിട്ട്, അല്ലെങ്കിൽ അല്ലെ തുകരിബുഹു, കുർബാത്ത് എന്ന് വെച്ചാൽ അത് അടുപ്പിക്കും, ഹു ഇവനെ ചെലവഴിച്ചവനെ അടുപ്പിക്കും, അതായത് സാമീപ്യം ഉണ്ടാക്കി കൊടുക്കും ഇന്ദല്ലാ, അള്ളാഹുവിൻ്റെ അടുക്കൽ. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സാമീപ്യത്തെ ഉണ്ടാക്കുന്ന കുർബത്തുകളായിട്ട്, നേർച്ചകളായിട്ട്, നല്ലതായിട്ടാണ് അവർ ആ ചിലവഴിക്കുന്നതിനെ കാണുന്നത്. മറ്റേ ആളുകൾ എന്തോ ഒരു ബാധ്യതയായിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ വസീലത്തൻ ഇല സലവാത്തി, സലാത്ത് എന്ന് വെച്ചാൽ അർത്ഥം ദഅവാത്തി റസൂൽ ലഹു, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവന് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലേ. അങ്ങനത്തെ നബിതങ്ങളുടെ പ്രാർത്ഥനകളിലേക്കുള്ള ഒരു മാർഗമായിട്ടും ഒരു മാധ്യമമായിട്ടുമാണ് അവർ ഇത്തരം ചിലവാക്കലുകളെയൊക്കെ കാണുന്നത്. അല, അറിയണേ, ഇന്നഹ, അത്, ഏത്, ഐ നഫഖതഹും, അവരുടെ ഈ ചെലവഴിക്കൽ, ഖുർബത്തുൻ ബിളമ്മി റാഇ സുകൂനിഹ, ഖുറബത്ത് എന്നും കുർബത്ത് എന്നും പറയാം. ഖുർബത്ത് എന്നും കുർബത്ത് എന്നും പറയും. അപ്പം അതൊക്കെ എന്താണ്? ഖുർബത്തുല്ലഹും ഇന്ദഹു, അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്കുള്ള നേർച്ച തന്നെയാണ്, അല്ലെങ്കിൽ സാമീപ്യം ഉണ്ടാക്കി കൊടുക്കുന്ന സംഗതി തന്നെയാണ്. സയ്യിദ്ഖിലുഹുമുല്ലാഹു ഫി റഹ്മത്തിഹി, അഥവാ ജന്നത്തിഹി, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ അഥവാ അവൻ്റെ സ്വർഗത്തിൽ അവരെയൊക്കെ പ്രവേശിപ്പിക്കുന്നതാണ്. ഇന്നല്ലാഹ ഗഫൂറുൽ അഹ്ലി താഅതി, തന്നെ വഴിപ്പെടുന്നതിൻ്റെ ആളുകൾ, അതായത് തന്നെ വഴിപ്പെടുന്നവർക്ക് ഏറെ പുറത്തു കൊടുക്കുന്നവനാണ് അള്ളാഹു. റഹീമും ബിഹിം, അവരോട് കരുണയുള്ളവനാണ്.